പക്ഷേ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. KPCC മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടെന്ന ദീപ്തിയുടെ ഞാൻ അറിഞ്ഞത് ഇപ്പൊ മേയറോട് സത്യപ്രതിജ്ഞ ചെയ്തെന്നാണ്. ശരി, എന്നാലും ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല ഞാനെന്തിനാ മറുപടി പറയണത്? എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ് ആരോപണം. ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം. ഞാനവിടെ ഇലക്ഷൻ ജയിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു, എനിക്ക് ചാർജാണ്. എനിക്കെതിരെയുള്ള ആരോപണം ഞാനതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ ധൃതി എന്താണ്? എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ല എന്നാണ്. ഞാൻ ഇടപെടാൻ പാടില്ല. ഞാനല്ല ഒരാളും ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. അത് അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾക്ക് എന്താ എത്ര അസ്വസ്ഥത? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിനകത്ത് ഇടപെടാൻ പാടില്ല, ആരും ഇടപെടാൻ പാടില്ല. ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല. ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണമോ ഇഷ്ടക്കേടോ വെച്ചിട്ട് ആകാൻ പാടില്ല. അവിടെ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. അത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ കണ്ണൂർ പ്രഖ്യാപിച്ചില്ല. കോഴിക്കോട് എന്തെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വോട്ടേഴ്സ് പേര് വന്നില്ല. തൃശ്ശൂർ പ്രഖ്യാപിച്ചില്ല. എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല മുൻകൂട്ടി. കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുമാണ് പ്രഖ്യാപിച്ചത്. മനസ്സിലായില്ലേ? മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല. ആ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ KPCCയുടെ സർക്കുലറിൽ ഒരു പ്രൊസീജിയറുണ്ട്. അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തും അത് ബാധകമാണ്. എനിക്ക് അത് ചുമതല എന്നത് പറവൂരാണ്. MLA എന്നുള്ള നിലയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് KP ധനപാലനും ഞാനും അവിടെ ആ ജില്ലയിൽ ആ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള DCC ഭാരവാഹികളും ഞങ്ങളെല്ലാവരും ഇരുന്നുകൊണ്ടാണ്. അതിലൊന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥി വന്ന സ്ഥലത്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ നിയോജകമണ്ഡലത്തിലടക്കം കേരളത്തിലെല്ലായിടത്തും അത് ചെയ്യുന്നത്. അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്.